ആരാധന അവതരിപ്പിക്കുന്ന പൊന്നിൻ ചിങ്ങം ഒന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ആരാധനയുടെ പുണ്യം കർക്കിടകം എന്നുള്ള സീരീസ് എല്ലാവരും കണ്ട് കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് പോയി എല്ലാം കണ്ടു നോക്കണേ. അപ്പോൾ ചിങ്ങം വരവായി, പൊന്നിൻ ചിങ്ങമാണ്. അപ്പോൾ ഒരു പുതുവർഷമാണ്. എല്ലാവരും പ്രതീക്ഷയുടെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ പൊന്നിൻ ചിങ്ങം എന്നുള്ള സീരീസിൽ കുറേ ജ്യോതിഷവും കുറച്ച് ടിപ്സും അതേപോലെ തന്നെ കുറച്ച് കഥകളും അടങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ വീട്ടിൽ രോഹിണി, പൂയം, ഉത്രാടം, മൂലം, അനിഴം, തിരുവോണം, രേവതി, അവിട്ടം, ഉത്രം ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചിങ്ങമാസം ജനിക്കുന്നതോടുകൂടി, നമുക്ക് ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഇവർക്ക് വരാനിരിക്കുന്നൊരു കാര്യം എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യരുത്, അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാരല്ലാത്തവർക്ക് കഷ്ടകാലം എന്നൊന്നുമില്ല കേട്ടോ. അവരുടെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വഴിയേ നമ്മുടെ പൊന്നിൻ ചിങ്ങം അടുത്ത പാർട്ടുകളിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണുകയും വേണേ. അപ്പോൾ ഇവരുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാം, മഹാഭാഗ്യമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അടുത്തൊരു വർഷത്തേക്ക് മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അവർക്ക് മാത്രമല്ല ഭാഗ്യം വരുന്നത്, അവർ താമസിക്കുന്ന വീട്ടിലേക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടെയാണ് ഈ മഹാഭാഗ്യം വരുന്നത്. ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, അതായത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ഹെൽത്ത് നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ജോലി, പ്രമോഷൻ, വിദ്യാഭ്യാസമായാലും അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും. അതുകൊണ്ട് തന്നെ അവരെ പിണക്കരുത് എന്ന് മാത്രമല്ല, അവരെ വെറുപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സ് ഒന്ന് വേദനിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് സഹിക്കില്ല. ഈ നക്ഷത്രക്കാരുടെ മനസ്സൊന്ന് നന്നായിട്ട് വേദനിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊന്ന് പിണക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ വെറുപ്പിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ അവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് സങ്കടപ്പെടുമല്ലോ അല്ലേ. അങ്ങനെ മനസ്സ് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭഗവാൻ സഹിക്കില്ല. അപ്പോൾ നമുക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് അവരെ ഒരിക്കലും പിണക്കരുത്. ഓക്കെ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന. ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണെങ്കിലും പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഹാർഡ് വർക്കൊക്കെ വേണം, വേണ്ടാന്നല്ല കേട്ടോ. അപ്പോൾ പ്രാർത്ഥന, അപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രം ചൊല്ലൂ. നിങ്ങൾക്ക് ഒരു വലിയ മന്ത്രമൊന്നും അറിയുന്നില്ലെങ്കിലും ഓം എന്ന് ചൊല്ലൂ, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ, അല്ലെങ്കിൽ നമശിവായ, ഓം നമോ നാരായണായ, അങ്ങനെയുള്ള മന്ത്രമെങ്കിലെങ്കിലും പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ഈ പൊന്നിൻ ചിങ്ങത്തിൻ്റെ അടുത്ത പാർട്ടുകളെല്ലാം കാത്തിരുന്ന് കാണൂ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഞാൻ പറയുകയാണ്, കർക്കിടകത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരൂ. അതേപോലെ തന്നെ ഭഗവാന്റെ കുറച്ച് കഥകളും കൂടെ ഈ സീരീസിൽ ഉൾപ്പെടുത്തണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കഥകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ നക്ഷത്രം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.